മഹാത്മാഗാന്ധിയുടെ പേരെന്തിനാ മാറ്റുന്നത്? 22-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ഒരു സമരം ഇന്നലെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യത്തിൽ കുറവ് വരുത്താൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ഇത്തരമൊരു പദ്ധതി ഗവൺമെൻറ് UPA ഗവൺമെൻറ് കാലത്ത് ആവിഷ്കരിക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം. ഗ്രാമീണ മേഖലയെ, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ ആണ് ഈ പട്ടണ പ്രദേശങ്ങൾ, നഗരസഭകളും കോർപ്പറേഷനുകളും ഇതിൽ നിന്ന് ഒഴിവായിരുന്നു. കേരളത്തിലാണെങ്കിൽ കോർപ്പറേഷനിലും നഗരസഭകളിലും അയ്യങ്കാളി എന്ന പേരിൽ ഒരു പദ്ധതി ഇതിന് സമാനമായ MNREGA സമാനമായ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ അന്തരീക്ഷം നിലനിർത്തേണ്ടതുണ്ട്. ഇത് തകർക്കുന്നതിന് ഇടവരുത്തുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ വികാസം കൈവരിക്കുന്നതിന്, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനും കൂലി കൂട്ടുന്നതിനും സഹായകരമായ ഒരു നടപടിയും BJP ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ബഡ്ജറ്റിൽ വിഹിതം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് സഹായകരമായ ഒരു നിലപാടും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട്, ഈ പദ്ധതി ചെലവിൻ്റെ 60% കേന്ദ്രം, 40% സംസ്ഥാനം. ഇതാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ സമ്പൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ധനവിനിയോഗത്തിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് നേരിടുകയാണ്. ഒരു കാരണവശാലും ഈ 60:40 എന്ന റേഷ്യോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഗവൺമെൻറ് പുനഃപരിശോധന നടത്തണം. ഇതിൻ്റെ പൂർണ്ണ ബാധ്യതയും ഗവൺമെൻറ് വഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 125 ദിവസത്തെ ജോലി നൽകും എന്നാണ് പറയുന്നത്. 125 ദിവസത്തെ ജോലി നൽകും എന്നതാണ് ആത്മാർത്ഥമായി അവർ കരുതുന്നതെങ്കിൽ അതിനനുസൃതമായ തുക വകയിരുത്തണ്ടേ? ആ തുക വകയിരുത്താതെ എങ്ങനെയാണ് 125 ദിവസം ജോലി കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ നിലപാടിൽ നിന്ന് അവർ മാറണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 22-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ഒരു സമരം ഇന്നലെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് കേന്ദ്ര നയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ചിലപ്പോൾ അതിനു മുമ്പ് പാർലമെൻറ്റ് ഇത് പാസ്സാക്കാനിടയുണ്ട്. പാർലമെൻറ്റ് വളരെ അതിവേഗതയിൽ ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി ശ്രമമാണ് നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരെന്തിനാ മാറ്റുന്നത്? മഹാത്മാഗാന്ധിയെ ലോകമാകെ ആദരിക്കുന്ന ഒരു മഹാത്മാവല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് ഈ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയാണ്. എന്നതിൻ്റെ അടിസ്ഥാനം? BJP ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് മറനീക്കി രംഗത്ത് വരിക എന്നുള്ള സമീപനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നത്. ഇത് കേരളത്തെ വല്ലാതെ വിഷമഘട്ടത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൊടുക്കേണ്ടുന്ന കൂലി ഇനത്തിൽ വൻതോതിൽ കുടിശ്ശിക നിൽക്കുകയാണ്. ഇത് കൂടുതൽ സങ്കീർണമാക്കാനേ ഈ പുതിയ നടപടി സഹായകരമാകുള്ളൂ. അതുകൊണ്ട് ഈ നടപടിയിൽ നിന്ന് കേന്ദ്രം പിൻവാങ്ങുകയാണ് വേണ്ടത്.